നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബറിന്റെ മധ്യത്തോടുകൂടി കേരളം വീണ്ടും ശക്തമായ മഴയുടെ പിടിയിലാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം വിട പറയുന്നതിന് മുൻപ് തന്നെ പുതിയ തുലാവർഷഘട്ടം എത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നു മുതൽ അടുത്ത 5 ദിവസങ്ങൾ വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മധ്യ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി മുന്നറിയിപ്പ് പരിധി തൃശൂർ വരെ വ്യാപിക്കും. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അറബിക്കടലിൽ രൂപം കൊള്ളാൻ പോകുന്ന ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്കുള്ള പ്രധാന കാരണം. നിലവിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി തെക്ക് പടിഞ്ഞാറോട് നീങ്ങി കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപ് പരിസരത്തുമാണ് നീങ്ങുന്നത്. ഞായറാഴ്ചയോടെ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നത്. തുലാവർഷത്തിനായി അനുയോജ്യമായ അന്തരീക്ഷ ഘടകങ്ങൾ നിലവിലുണ്ടെന്നും ഈ ഘട്ടം തുടക്കത്തിലെ സംസ്ഥാന കനത്ത മഴ ലഭിക്കുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ഈ സമയത്ത് മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കാലവർഷം കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. നിലവിൽ കർണാടകയുടെയും തെക്കൻ തെലങ്കാന അതിർത്തി വരെയും പിൻവാങ്ങി. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ മേഖലയിൽ നിന്ന് കാലവർഷം പൂർണ്ണമായും ഗുഡ് ബൈ പറയും. നിലവിൽ തുലാവർഷ സമാനമായ മിന്നലോടുകൂടിയ മഴ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ വർധനവ് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ രാജീവ് ഏരിക്കുളം വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂണാണ് കേരളത്തിന്റെ തുലാവർഷം. തുലാമാസത്തിൽ തുടങ്ങുന്ന സംസ്ഥാനത്തെ 2ാമത്തെ മഴക്കാലമാണിത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. ഡിസംബർ അവസാനത്തോടുകൂടി മഴയ്ക്ക് ശക്തി കുറഞ്ഞു തുടങ്ങും. ഒക്ടോബറിലാണ് കൂടുതൽ മഴ ലഭിക്കുക. കനത്ത മഴയും ഇടിമിന്നലോടുകൂടിയ തുലാവർഷത്തിന്റെ പ്രത്യേകതയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ ശക്തമാകുന്നത്. ഉച്ചവരെ കനത്ത ചൂടായിരിക്കും അനുഭവപ്പെടുക. ശേഷം ഇരുണ്ടുമൂടി ഇടിമിന്നലുണ്ടാകുന്ന മഴയെത്തുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല വെയിലുള്ള ഇടവേളകളും ഉണ്ടാകും. പശ്ചിമഘട്ടം കടന്നുവരുന്ന മഴമേഘമാണ് കേരളത്തിൽ തുലാവർഷം പെയ്യ്ക്കുന്നത്. വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുക. തുലാവർഷത്തിന്റെ ശക്തി കുറയുന്നതോടുകൂടി തണുപ്പുകാലവും തുടങ്ങും. ഒരു നൂറ്റാണ്ടിലധികം കാലം നമ്മുടെ നാട്ടിലെ മഴയുടെ വിവരങ്ങൾ വിശകലനം ചെയ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ചില നിഗമനങ്ങളിലെത്തിയിട്ടുണ്ട്. അതനുസരിച്ച് തുലാവർഷത്തിന്റെ തുടക്കം മിക്കവാറും ഒക്ടോബർ 19 ഇതിന് 8 ദിവസത്തെ വ്യത്യാസം വന്നേക്കാം. 1915 തുലാവർഷമാണ് അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും താമസിച്ച് തുടങ്ങിയത്. ആ വർഷം മഴ തുടങ്ങിയത് നവംബർ 11 ചില വർഷങ്ങളിൽ തുലാവർഷം നേരത്തെ എത്തിയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. അതായത് തുലാവർഷത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് സാരം. തുലാവർഷം അല്ലെങ്കിൽ പോലും കേരളത്തിൽ പലയിടങ്ങളിലും എപ്പോഴും മഴ പെയ്യുന്ന സാഹചര്യം വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുകയാണ്. അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മഴ പെയ്യുകയും പലയിടങ്ങളിലും മഴയെ തുടർന്നുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസവും മരണം സംഭവിച്ചിട്ടുണ്ട്. 2 മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റ് മരണം സംഭവിച്ചു. മറ്റൊരു വൃദ്ധന് കൂടി ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീടിന് മുകളിലേക്ക് മണ്ണ് പതിച്ചു. വീടിനകത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടിമാലിയിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ. മച്ചിപ്ലാവ്, ചൂരക്കണ്ടൻകുടി ഉന്നതിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വീടിന് മുകളിലേക്ക് മണ്ണ് പതിക്കുകയായിരുന്നു. ചൂരക്കട്ടൻ സ്വദേശി അരുൺ വീട്ടിൽ ഉണ്ടായിരുന്നു. 2 പേർ കുടുങ്ങിക്കിടക്കുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അരുണിനെ കണ്ടെത്തിയത്. അരുണിന്റെ അരയ്ക്ക് താഴെ വരെ മണ്ണ് മൂടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. അരുണിനെ പുറത്തെടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ട് 3 മണി മുതലാണ് അടിമാലി മേഖലയിൽ ശക്തമായ മഴ പെയ്തത്. ഇതിനിടയിലാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. 2 പേർ താമസിക്കുന്ന വീടിന് മുകളിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ ഇടിഞ്ഞു വീണതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുകയാണ്. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസവും ഈ മിന്നലേറ്റ് മരണം സംഭവിച്ച വാർത്ത നമ്മൾ നോക്കുന്നത്. പലയിടങ്ങളിലും കനത്ത മഴയും മിന്നലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാത്രി വൈകിയും പലയിടങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. മിന്നലോടുകൂടിയ മഴ ഇന്നും തുടരും. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ തന്നെയാണ് ഉണ്ടാകുന്നത്. ഒറീസ സ്വദേശിയായ രാജേഷ് മഹാനന്ദ് എന്ന 20 വയസ്സുകാരനും ആസാം സ്വദേശിയായ ജോസ് എന്ന ജാക്ക് നർസറി എന്ന 42 വയസ്സുകാരനുമാണ് മരിച്ചത്. ആസാം സ്വദേശിയായ ഗൗതം റോയ് എന്ന 40 വയസ്സുകാരന് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ പരിയാരം മെഡിക്കൽ
കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അലേർട്ടുകൾ കൃത്യമായി പറയുന്നുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. 18-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാടും 17-ാം തീയതി ഈ പറഞ്ഞ പോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉണ്ടാകുന്നത്. ഈ യെല്ലോ അലേർട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓരോ നിമിഷവും വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലാവസ്ഥയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം കൃത്യമായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം വരുന്നുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ 18-ാം തീയതി വരെ, കർണാടക തീരത്ത് വെള്ളി, ശനി ദിവസങ്ങൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 15, 18 തീയതികളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 17, 18 തീയതികളിൽ കർണാടക തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ മഴയുടെ ഒരു നീക്കം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കുക. മഴ ഏത് സമയവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക.